സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള നീറ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അക്കോർഡിംഗ് ടു കെപ്ലർ പ്ലാനറ്റ്സ് മൂവ്സ് ഇൻ, അതായത് കെപ്ലേഴ്സ് ലോ പ്രകാരം പ്ലാനറ്റ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതാണ് ചോദ്യം. നമ്മൾ കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ പഠിച്ചിട്ടുണ്ട്, ദറ്റ് ഈസ് ലോ ഓഫ് ഓർബിറ്റ്സ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓൾ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ഈസ് അറ്റ് വൺ ഓഫ് ദ ഫോസൈ അല്ലേ? അതുകൊണ്ട് ഏതാ ആൻസർ വരുന്നത്? ഫോർത്ത് ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ. ശരിയല്ലേ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മിനിമം ആൻഡ് മാക്സിമം ഡിസ്റ്റൻസസ് ഓഫ് എ പ്ലാനറ്റ് റിവോൾവിംഗ് അറൗണ്ട് സൺ ആർ സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ ആർ. ഇഫ് ദ മിനിമം സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് ഓൺ ഇറ്റ്സ് ട്രാജക്ടറി ഈസ് v0, ദെൻ ഇറ്റ്സ് മാക്സിമം സ്പീഡ് വിൽ ബി. അല്ലേ? ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാനറ്ററി മോഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് along an elliptical orbit with sun is at it's one of the foci. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സണ്ണ് അതിൻ്റെ ഒരു ഫോക്കസിലാണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്യാം മേജർ ആക്സിസിൽ. ഒന്ന് പെരിജി, രണ്ടാമത്തത് അപ്പോജി. ഓക്കെ, സണ്ണിൽ നിന്ന് പെരിജിയിലേക്കുള്ള ദൂരം കുറവാണ്, അതാണ് ആർ മിനിമം എന്ന് പറയുന്നത്. അതുപോലെ സണ്ണിൽ നിന്ന് അപ്പോജിയിലേക്കുള്ള ദൂരം കൂടുതലാണ്, ദറ്റ് ഈസ് ആർ മാക്സിമം. നമുക്കറിയാം പെരിജിയിൽ വെലോസിറ്റി മാക്സിമം ആണ്, അപ്പോജിയിൽ വെലോസിറ്റി മിനിമം ആണ്. ഓക്കെ, കൂടാതെ നമ്മൾ പ്ലാനറ്ററി മോഷനുമായി റിലേറ്റഡ് ആയിട്ട് പഠിച്ച ഒരു ലോ ആണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ അല്ലേ? അതിന് വിളിക്കുന്ന പേര് ലോ ഓഫ് ഏരിയ എന്ന് കൂടി വിളിക്കും. ശരിയല്ലേ? ഓക്കെ, അവിടെ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ആണ് ആംഗുലർ മൊമെൻറ്റം ഇവിടെ എന്താണ്? കൺസേർവ്ഡ് ആണ്. ദറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം എൽ ഈസ് എ കോൺസ്റ്റന്റ്. ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം എം ഇൻറ്റു വി ഇൻറ്റു ആർ ആണ്. ദറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ എം മാസ് ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് പെരിജിയിൽ വി മാക്സ് ആണ്, ഡിസ്റ്റൻസ് ആർ മിനിമം ആണ്. സോ വി മാക്സ് ഇൻറ്റു ആർ മിനിമം എന്ന് എഴുതാം. ദറ്റ് ഈസ് ആർ മിനിമം ഇവിടെ ആർ എന്ന് തന്നുകൊണ്ട് എം വി മാക്സ് ആർ എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു അപ്പോജിയിൽ വെലോസിറ്റി മിനിമം ആണ്, റേഡിയസ് എന്താണ്? മാക്സിമം ആണ്. സോ എം ഇൻറ്റു വി മിനിമം ഇൻറ്റു ആർ മാക്സ്. ആർ മാക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാക്സിമം വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എമ്മും ക്യാൻസൽ ചെയ്യാം. സോ വി മാക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി മിനിമം. വി മിനിമം എത്രയാണ്? v0 ആണ്. സോ v0 ഇൻറ്റു ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ സ്മോൾ ആർ എന്ന് കിട്ടും. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഐഡിയ. അപ്പോൾ പ്ലാനറ്ററി മോഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1 ആണ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്ലാനറ്റ് ഓഫ് മാസ് സ്മോൾ എം മൂവ്സ് അറൗണ്ട് ദ സൺ ഓഫ് മാസ് ക്യാപിറ്റൽ എം ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. The maximum and minimum distance of the planet from the sun are r1 and r2 respectively. Then the time period of the planet is proportional to. ഈ കേസ് നമുക്ക് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് വരക്കാം. സൺ ഈസ് അറ്റ് വൺ ഓഫ് ദ ഫോക്കസ്. ഓക്കെ, ഈ ദൂരം നമുക്ക് r1 ആയിട്ട് എടുക്കാം, ഈ ദൂരം നമുക്ക് r2 ആയിട്ടൊന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. നമ്മൾ ടൈം പീരീഡ് ഓഫ് പ്ലാനറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലാനറ്ററി മോഷനുമായി റിലേറ്റഡ് ആയിട്ട് പഠിച്ച ഒരു ലോ ആണ് കെപ്ലേഴ്സ് തേർഡ് ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ലോ ഓഫ് ഹാർമോണിക് എന്ന് വിളിക്കും. ഓക്കെ, അതെന്താണെന്ന് നമുക്കറിയാം. ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. അവിടെ ആർ എന്ന് പറയുന്നത് സെമി മേജർ ആക്സ് ആണ്. സെമി മേജർ ആക്സ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിൻ്റെ പകുതി, അത് നമുക്ക് ആറായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? r1 പ്ലസ് r2 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു r1 പ്ലസ് r2 ഡിവൈഡഡ് ബൈ 2 ഓൾ ക്യൂബ് എന്ന് എടുക്കാം. ശരിയല്ലേ? ഇത് നമുക്ക് മാറ്റി എഴുതിയാൽ ടി പ്രൊപ്പോർഷണൽ ടു r1 പ്ലസ് r2 ഡിവൈഡ് ബൈ 2 ഓൾ റേസ് ടു 3/2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടി പ്രൊപ്പോർഷണൽ ടു r1 പ്ലസ് r2 ഓൾ റേസ് ടു 3/2. ഓക്കെ, സോ ദ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എൻ ഓർബിറ്റ് ഇഫ് ദ ടൈം ഓഫ് റെവല്യൂഷൻ ഓഫ് ദ സാറ്റലൈറ്റ് ഈസ് ക്യാപിറ്റൽ ടി, ദെൻ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ നമുക്ക് സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്, എന്നിട്ട് പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. എന്താണ്? യു ഈസ് ഈക്വൽ ടു മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ ആണ്. ഓക്കെ, ഇതിൻ്റെ മോഡുലസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഒഴിവാക്കിയാൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് യു പ്രൊപ്പോർഷണൽ ടു 1/r. ശരിയല്ലേ? കൂടാതെ നമുക്കറിയാം ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ് അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് ലോ. അതുകൊണ്ട് ആർ പ്രൊപ്പോർഷണൽ ടു എന്ത് എഴുതാം? ടി റേസ് ടു 2/3 എന്ന് എഴുതാം. ഓക്കെ, യു പ്രൊപ്പോർഷണൽ ടു 1/r അല്ലേ?
അവിടെ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2/3 കൊടുക്കാം. സോ യു പ്രപ്പോർഷണൽ ടു 1/t⁻²/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് യു പ്രപ്പോർഷണൽ ടു t⁻²-2/3. സോ ദ ഓപ്ഷൻ ഈസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടോർക്ക് ഓൺ എ പ്ലാനറ്റ് അബൌട്ട് ദ സെൻറ്റർ ഓഫ് ദ സൺ ഈസ്. ഇവിടെ നിങ്ങളോട് ചോദിച്ചത് പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ടോർക്ക് കണ്ടുപിടിക്കാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ പ്രകാരം എന്താ പഠിച്ചത്? ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഏരിയ. എന്താണ്? ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ΔA/ΔT ഈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ആക്ച്വലി L/2m. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അവിടെ L എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം ആണ്, M എന്ന് പറയുന്നത് സാറ്റലൈറ്റിന്റെ മാസ് ആണ്. ഇതിൽ നമുക്ക് ആംഗുലർ മൊമെന്റം എന്താണെന്ന് കിട്ടും? കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടും. സോ ഇൻ ദ കേസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആംഗുലർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്. നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ആണ്. ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ dL/dt. ഇവിടെ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടോർക്ക് എന്താണ് കിട്ടുക? 0 എന്ന് കിട്ടും. ശരിയല്ലേ? സോ ദ ഓപ്ഷൻ ഈസ് ഫസ്റ്റ് വൺ. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്യൂറിങ് ദ മോഷൻ ഓഫ് എ പ്ലാനറ്റ് ഫ്രം പെരിഹീലിയൻ ടു അപ്ഹീലിയൻ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് സൺ ഓൺ ഇറ്റ് ഈസ്. അതായത് ഒരു പ്ലാനറ്റ് പെരിഹീലിയനിൽ നിന്ന് അപ്ഹീലിയനിലേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. ഓക്കെ, ആൻഡ് സൺ ഈസ് അറ്റ് വൺ ഓഫ് ദ ഫോസൈ. ശരിയല്ലേ? ഇതാണ് അതിൻ്റെ ഫിഗർ. ഇവിടെ ഈ പോയിന്റ് ആണ് പെരിഹീലിയോൺ എന്ന് പറയുന്നത്, ഈ പോയിന്റ് ആണ് അപ്ഹീലിയോൺ. ഓക്കെ, ഇവിടെ പ്ലാനറ്റ് പെരിഹീലിയോണിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? അപ്ഹീലിയോണിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കെപ്ലേഴ്സ് സെക്കൻഡ് ലോയിൽ പഠിച്ചിട്ടുണ്ട് പെരിഹീലിയോണിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്ഹീലിയോണിൽ വെലോസിറ്റി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഓക്കെ, മാക്സിമം വെലോസിറ്റി ഞാൻ VP ആയിട്ട് എടുക്കുന്നു, മിനിമം വെലോസിറ്റി ഞാൻ VA ആയിട്ട് എടുക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് മീൻ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഓക്കെ, ഇവിടെയുള്ള കേസിൽ നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ് എന്താണ്? പെരിഹീലിയോണിൽ നിന്ന് അപ്ഹീലിയോണിലേക്ക് പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പെരിഹീലിയോണിൽ വെലോസിറ്റി മാക്സിമം ആണ്, അപ്ഹീലിയോണിൽ വെലോസിറ്റി മിനിമം ആണ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അല്ലേ? സ്പീഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അല്ലേ? കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ഫൈനൽ കൈനറ്റിക് എനർജി. അല്ലേ? അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജിയേക്കാൾ കൂടുതലായതുകൊണ്ട് വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ദ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ഓക്കെ, നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. അതായത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ G എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ സൈസ് ഓഫ് ദ ബോഡി, 2 ഗ്രാവിറ്റേഷണൽ മാസ്, 3 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡീസ്, 4 നൺ ഓഫ് ദീസ്. നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദ ആൻസർ ഈസ് നൺ ഓഫ് ദീസ്. ഓക്കെ, അതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം എത്രയാണ്? 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ കിലോഗ്രാം സ്ക്വയർ ആണ്. കൂടാതെ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ കാവൻഡിഷ് ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്രാവിറ്റേഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് കാരണം എന്താണ്? മാസ് ആണ്. മാസ് ഈസ് ദ ഒറിജിൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഇവിടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എനി ആർബിറ്ററി ഷേപ്പ്ഡ് മാസ് എന്ന് പറയാം. ഓക്കെ, മാസ് ആയാൽ മതി, അത് ഏത് ഷേപ്പുള്ളത് വേണമെങ്കിൽ ആവാം. അവിടെ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ 2 masses ഈസ് ഫൗണ്ട് ടു ബി F in vacuum if both the mass are dipped in water at the same distance, then the new force will be. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ F = G(m1m2) ഡിവൈഡ് ബൈ r² ആണ്. അത് എന്തിന് പ്രൊപ്പോർഷനാണ്? പ്രോഡക്റ്റ് ഓഫ് ദ മാസിന് പ്രൊപ്പോർഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അവിടെ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഈ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പഠിച്ചിട്ടുണ്ട്? മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദ ഫോഴ്സ് റിമെയിൻസ് ദ സെയിം. സോ ദ ആൻസർ ഈസ് F. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓക്കെ, ഇനി നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. 2 point masses M and 4m are separated by a distance D on a line. A third point mass M0 is to be placed at the point on the line such that the net gravitational force on it is 0. ഇവിടെ 2 മാസുകൾ തന്നിട്ടുണ്ട്. ഒന്ന് സ്മോൾ എം ഒന്നും പിന്നെ ഒന്ന് 4m.
അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു മാസ് m0 കൊണ്ടുപോയി വെക്കുന്നു. അവിടെ എന്തായിരിക്കണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് ഫ്രം ദ മാസ് സ്മോൾ ലെറ്റർ. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിൽ m0 എന്ന് പറയുന്ന മാസ് കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ, സ്മോൾ എമ്മിൽ നിന്ന് അതിലേക്കുള്ള ദൂരം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 4m നിന്നുള്ള ദൂരം എത്രയായിരിക്കും? d മൈനസ് എക്സ് ആയിരിക്കും, കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് d ആണ്. ഇനി ഈ മാസിൻ്റെ മുകളിൽ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യും. ഒന്ന് സ്മോൾ എം അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, അതുപോലെ 4m അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് F2 എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആണ്. നമുക്കറിയാം നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ F1 F2 എന്തായിരിക്കണം? ഈക്വലി ഓപ്പോസിറ്റും ആയിരിക്കണം. ദാറ്റ് മീൻസ് ദെയർ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ദ സെയിം. സോ F1 ഈസ് ഈക്വൽ ടു F2 ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം G m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ ആണ്. ഇവിടെയുള്ള കേസിൽ G ഇൻറ്റു ആദ്യത്തെ ഫോഴ്സ് വരെ m ഇൻറ്റു m0 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എക്സ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു F2 എന്ന് പറയുന്ന ഫോഴ്സ് വരുന്നത് G ഇൻറ്റു 4m ഇൻറ്റു m0 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് d മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെയുള്ള കേസിൽ ജിയും എമ്മും m0യും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? d മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിനെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2x ഈസ് ഈക്വൽ d മൈനസ് എക്സ് എന്ന് കിട്ടും. അതിന് റീറൈറ്റ് ചെയ്താൽ 3x ഈസ് ഈക്വൽ d. സോ എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? d/3 എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് സ്മോൾ എമ്മിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? d/3 ആണ്. ഇനി നിങ്ങളോട് 4m എന്ന് പറയുന്ന മാസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചതെങ്കിൽ ആ ഡിസ്റ്റൻസ് d മൈനസ് എക്സ് ആണെന്ന് അറിയാം. സോ d മൈനസ് എന്ത് കൊടുക്കാം? d/3 എന്ന് കൊടുക്കാം. സോ ദ ആൻസർ ഈസ് 2d/3. മനസ്സിലായി? അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് d/3 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഈ ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ലാർജ് നമ്പർ ഓഫ് ഐഡന്റിക്കൽ പോയിന്റ് മാസസ് m ആർ പ്ലേസ്ഡ് അലോങ് എക്സ് ആക്സിസ് അറ്റ് x ഈക്വൽ ടു 0, 1, 2, 4. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ മാസ് അറ്റ് ഒറിജിൻ x ഈക്വൽ ടു 0 വിൽ ബി. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കുറേ മാസുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ദൂരം കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് എവിടെയുള്ളത്? അറ്റ് ദ ഒറിജിൻ x ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ നമുക്കറിയാം ഈ മാസിനെ, അതായത് ഈ ഒന്നാമത്തെ മാസിനെ സെൻറ്ററിലുള്ള മാസ് അല്ലെങ്കിൽ ഒറിജിനുള്ള മാസ് എന്ത് ചെയ്യും? F1 ഫോഴ്സ് ഉപയോഗിച്ച് അട്രാക്ട് ചെയ്യും. അതുപോലെ ഈ രണ്ടാമത്തെ മാസിനെ F2 ഫോഴ്സ് ഉപയോഗിച്ച് അട്രാക്ട് ചെയ്യും. മൂന്നാമത്തെ മാസിനെ F3 ഫോഴ്സ് ഉപയോഗിച്ച് അട്രാക്ട് ചെയ്യും. ആരാണ് അട്രാക്ട് ചെയ്യുന്നത്? ഒറിജിനുള്ള മാസാണ് അട്രാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഫോഴ്സിൻ്റെ എല്ലാം ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോഴ്സ് എല്ലാം എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ആക്ച്വലി വെക്ടർ സമ്മാണ് വേണ്ടത്, പക്ഷേ ഇവിടെ എല്ലാം ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു F1 എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ്. സോ G ഇൻറ്റു m1 m2 എന്ന് പറയുമ്പോൾ m ഇൻറ്റു m സ്ക്വയർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? 1 ആണ് വരിക, 1 സ്ക്വയർ പ്ലസ് F2 എന്ന് പറയുമ്പോൾ ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള, ഈ ഒറിജിനുള്ള മാസും ഈ മൂന്നാമത്തെ മാസും തമ്മിലുള്ളതാണ്. സോ G m സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ വരിക? ഡിസ്റ്റൻസ് എത്രയാണ്? 2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, F3 എന്ന് പറയുന്നതോ ഒറിജിനുള്ള മാസും ഈ നാലാമത്തെ മാസും തമ്മിലുള്ളതാണ്. സോ G m സ്ക്വയർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് 4 സ്ക്വയർ എന്ന് വരും പ്ലസ് എക്സെട്ര. ഓക്കെ, സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു ഇതിലെല്ലാം G m സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ 1 ഡിവൈഡ് ബൈ 1 സ്ക്വയർ 1 ആണ്, പ്ലസ് 1/4 പ്ലസ് 1/16 പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ശരിയല്ലേ? സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു G m സ്ക്വയർ ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ള എന്താണ്? ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. സോ ദിസ് ഈസ് ദ സം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, സോ G m സ്ക്വയർ ഇൻറ്റു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കേസിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ A ഡിവൈഡ് ബൈ 1 മൈനസ് R എന്നാണ്. ഓക്കെ, അവിടെ R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. ദാറ്റ് ഈസ് T2 ഡിവൈഡ് ബൈ T1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമിനെ ഒന്നാമത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ രണ്ടാമത്തെ ടേം 1/4 ആണ്, ഒന്നാമത്തെ ടേം 1 ആണ്. സോ ഇറ്റ് ഈസ് 1/4 എന്ന് കിട്ടും. A എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേം ആണ്, ഒന്നാമത്തെ ടേം T1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? G m സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 മൈനസ് എന്ത് എന്ന് എഴുതാം? 1/4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു G m സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ 3/4 എന്ന് വരും അല്ലേ? ഇതിനെ മാറ്റി എഴുതാൻ കിട്ടുക 4/3 ഇൻറ്റു G m സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് ദ ഒറിജിൻ. മനസ്സിലായല്ലോ? നമുക്ക് 12th ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: 3 particles A, B and C, each of mass m are lying at the corners of an equilateral triangle of side capital L. If the particle A is released, keeping the particles B and C fixed, the magnitude of the instantaneous acceleration of A is. ഇവിടെ 3 മാസുകൾ കാണിച്ചിട്ടുണ്ട്. 3 മാസം വെച്ചിരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലാണ്. അതിൽ A എന്ന് പറയുന്ന മാസിനെ നമ്മൾ റിലീസ് ചെയ്യുന്നു, ബിയും സിയും ഫിക്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ
ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എ എന്ന് പറയുന്ന ബോഡിയുടെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബിയും സിയും എന്താണ്, ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയുടെ മുകളിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? എയുടെ മുകളിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ബിയും സിയും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ബി എന്ന് പറയുന്ന ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F1, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ടുവേർഡ്സ് ബി ആണ്. സി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് സി ആണ്. മനസ്സിലായില്ലേ? ഈ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √F1² + F2² + 2F1 F2 cos θ. ഓക്കെ, ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഇവിടെ എയുടെ മാസ് m ആയതുകൊണ്ട് m ഇൻറ്റു എ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ √F1ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ജി m1 m2 എന്ന് പറയുമ്പോൾ g ഇൻറ്റു m ഇൻറ്റു m² ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിലുള്ളത് ക്യാപിറ്റൽ L ആണ്. സോ ക്യാപിറ്റൽ L² ഓൾ സ്ക്വയർ പ്ലസ് അടുത്തത് എയുടെയും സിയുടെയും ഇടയിലുള്ള ഫോഴ്സ് ആണ് F2, ദാറ്റ് ഈസ് ഓൾസോ gm² ഡിവൈഡ് ബൈ L² ഓൾ സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് 2 ഇൻറ്റു F1 ഇൻറ്റു F2. F1 എന്ന് പറയുന്നത് gm² ഡിവൈഡ് ബൈ L² ആണ്. F2 എന്ന് പറയുന്നത് gm² ഡിവൈഡ് ബൈ L² ആണ്. സോ ഇറ്റ് ഈസ് gm² ഡിവൈഡ് ബൈ L² ഓൾ സ്ക്വയർ എന്ന് വരും ഇൻറ്റു കോസ് തീറ്റ 60 ഡിഗ്രിയാണ്. സോ MA ഈസ് ഈക്വൽ ടു √ ആദ്യത്തെ രണ്ട് ടേം നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് 2 ടൈംസ് gm² ഡിവൈഡ് ബൈ L² ഓൾ സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ gm² ഡിവൈഡ് ബൈ L² ഓൾ സ്ക്വയർ ഇൻറ്റു എന്ത് വേണം, cos 60, ദാറ്റ് ഈസ് 1/2 ആണ്. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ആ രണ്ട് ടേമുകൾ ആഡ് ചെയ്താൽ മതി. സോ MA ഈസ് ഈക്വൽ √ ഈ രണ്ട് ടേം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 3 ടൈംസ് gm² ഡിവൈഡ് ബൈ L² ഓൾ സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ് MA ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു gm² ബൈ L² എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ എമ്മും എമ്മും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ കിട്ടുന്നത് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു √3 gm ഡിവൈഡഡ് ബൈ L². ഇതാണ് ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ്. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 പ്ലാനറ്റ്സ് ഹാവ് സെയിം ഡെൻസിറ്റി ബട്ട് ഡിഫറെൻറ്റ് റേഡിയായി, ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വുഡ് ബി. ഇപ്പോൾ രണ്ട് പ്ലാനറ്റ്സ് തന്നിട്ടുണ്ട്, രണ്ടിൻ്റെയും ഡെൻസിറ്റി സെയിം ആണ്, പക്ഷേ റേഡിയസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. സ്മോൾ ലെറ്റർ g ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ GM ഡിവൈഡഡ് ബൈ R² ആണ്. ഇതിന് ഡെൻസിറ്റിയുടെ ടേമിൽ എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 4/3 ഇൻറ്റു പൈ ആർ റോ ഇൻറ്റു ക്യാപിറ്റൽ G ആണ്. നമുക്കറിയാം ഇവിടെയുള്ള കേസിൽ 4/3 പൈ, അതുപോലെ തന്നെ റോ, അതുപോലെ ക്യാപിറ്റൽ G അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. കാരണം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഡെൻസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ G പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ R എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇഫ് R ഈസ് ലാർജർ ദെൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ലാർജർ. ശരിയല്ലേ? അതായത് റേഡിയസ് കൂടുതലുള്ള പ്ലാനറ്റിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ശരിയല്ലേ? സോ ദ ഓപ്ഷൻ ഈസ് 3. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ റേഡിയസ് ഓഫ് എർത്ത് ഷ്രിങ്ക്സ് ബൈ 1.5%, മാസ് റിമൈനിങ് ദ സെയിം, ദെൻ ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ചസ് ബൈ. അപ്പോൾ ഇവിടെ മാസ് കോൺസ്റ്റൻ്റ് ആണ്, റേഡിയസ് മാത്രം എന്ത് ചെയ്യുന്നു, 1.5% ഷ്രിങ്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എത്ര % ചേഞ്ച് ഉണ്ടാവും എന്നാണ് ചോദ്യം. നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ അറിയാം. G ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ R² ആണ്. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിയാൽ G പ്രൊപ്പോർഷണൽ ടു R⁻² എന്ന് എഴുതാം. കാരണം ഇവിടെ മാസ് കോൺസ്റ്റൻ്റ് ആണ്, റേഡിയസ് മാത്രമേ മാറുന്നുള്ളൂ. ശരിയല്ലേ? ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ΔG ഡിവൈഡ് ബൈ G ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു -2 ടൈംസ് ΔR ഡിവൈഡ് ബൈ R ഇൻറ്റു 100 എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടെ ΔR ബൈ R ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് ആണ്. അത് എത്രയാണ്? ഷ്രിങ്ക് ബൈ 1.5 എന്ന് പറഞ്ഞതുകൊണ്ട് -1.5. മൈനസ് എന്ന് പറയുമ്പോൾ അത് ഡിഗ്രീസ് ചെയ്യുന്നു, ഷ്രിങ്ക് ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ, ഇത് 1.5 ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ എടുത്തത്. അതായത് പെർസെൻറ്റേജ് ഇസ് ലെസ് ദാൻ 5 ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തത്. ഇനി ഈ വാല്യൂ നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ΔG ബൈ G ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു -1.5, ദാറ്റ് ഈസ് +3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ബൈ 3%. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ പ്ലാനറ്റ് ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ദ എർത്ത് ആൻഡ് ദ റേഡിയസ് ഈസ് 1.5 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്, ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്ലാനറ്റിൻ്റെ ഡെൻസിറ്റി എർത്തിൻ്റെ ഡെൻസിറ്റിയുടെ 2 മടങ്ങും റേഡിയസ് എർത്തിൻ്റെ റേഡിയസിൻ്റെ 1.5 ടൈംസും ആണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്ലാനറ്റിൻ്റെ സർഫസിൽ എത്രയാണെന്ന ചോദ്യം.
അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എടുക്കുക. വി ഹാവ് ദ ഇക്വേഷൻ G ഈസ് ഈക്വൽ ടു GM ഡിവൈഡ് ബൈ R സ്ക്വയർ. പക്ഷേ ഇവിടെ ഡെൻസിറ്റിയുടെയും റേഡിയസിൻ്റെയും ടേമിൽ തന്നതുകൊണ്ട് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഡെൻസിറ്റിയുടെ റേഡിയസിൻ്റെ ടേമിൽ എഴുതാം. ദാറ്റ് ഈസ് 4/3 പൈ ആർ റോ ഇൻറ്റു ജി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ റേഡിയസിൻ്റെയും ഡെൻസിറ്റിയും ടേമിൽ ആയതുകൊണ്ട് വി ക്യാൻ റീറൈറ്റ് എസ് G പ്രപ്പോർഷണൽ ടു R ഇൻറ്റു റോ എന്ന് എഴുതാം. ശരിയല്ലേ? So acceleration due to gravity on the surface of the planet to the acceleration due to gravity on the surface of the earth is equal to എന്ത് എഴുതാം? RP into rho P divided by RE into rho E എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1.5 ടൈംസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡെൻസിറ്റി ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് 2 ടൈംസ് ദ ഡെൻസിറ്റി ഓഫ് ദ എർത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 1.5 ഇൻറ്റു RE പ്ലസ് 2 ഇൻറ്റു റോ ഇ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ RE ഇൻറ്റു റോ ഇ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എത്രയാണ്? 1.5 ഇൻറ്റു 2 3 ആണ് കിട്ടുക. സോ GP ഈസ് ഈക്വൽ ടു 3 ടൈംസ് GE എന്ന് കിട്ടും. That is acceleration due to gravity on the surface of the planet is 3 times that on the surface of the earth. Okay, so the option number 2 is the answer. ഇനി 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: അറ്റ് വാട്ട് ഹൈറ്റ് അബവ് ദ സർഫസ് ഓഫ് ദ എർത്ത് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ബൈ 2%. റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് 6400 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് ഏത് ഹൈറ്റിൽ എത്തുമ്പോഴാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 2% കുറയുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. G ഡാഷ് ഈസ് ഈക്വൽ ടു G ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡ് ബൈ R എന്ന് എഴുതാം. ഇവിടെ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം പെർസെൻറ്റേജ് ഡിഗ്രീസ് വളരെ ചെറുതായതുകൊണ്ടാണ്. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിയാൽ G ഡാഷ് ഡിവൈഡ് ബൈ G ഈസ് ഈക്വൽ ടു 1 മൈനസ് 2h ബൈ R എന്ന് എഴുതാം. അല്ലെങ്കിൽ G ഡാഷ് ബൈ G മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 2h ബൈ R എന്ന് എഴുതാം. ഇതിനെ റീറൈറ്റ് ചെയ്താൽ കിട്ടുക G ഡാഷ് മൈനസ് G ഡിവൈഡ് ബൈ G ഈക്വൽ ടു മൈനസ് 2h ബൈ R. So the percentage change of acceleration due to gravity is G dash minus G divided by G into 100. That is minus 2h divided by R into 100 എന്ന് എഴുതാം. ഈ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ഡിഗ്രീസ് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 2% ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ G ബൈ G ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു -2 എന്ന് എഴുതാം. നെഗറ്റീവ് കാണിക്കുന്നത് ഇത് ഡിഗ്രീസ് എന്നാണ് അർത്ഥം. ഡെൽറ്റ G എന്ന് പറയുമ്പോൾ ആക്ച്വലി G ഡാഷ് മൈനസ് G ആണ്. ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ G ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു -2. ഓക്കെ, ഇത് നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? -2h ഡിവൈഡ് ബൈ R ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എന്താണ്? -2 എന്ന് എഴുതാം. ഓക്കെ, മൈനസ് 2 ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് h ഈസ് ഈക്വൽ ടു R ബൈ 100 എന്ന് കിട്ടും. അവിടെ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് 6400 കിലോമീറ്റർ ആണ്. ഡിവൈഡ് ബൈ 100 ദാറ്റ് ഈസ് 64 കിലോമീറ്റർ. സോ ദ ആൻസർ ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്യൂറിംഗ് ദ മോഷൻ ഓഫ് എ മാൻ ഫ്രം ഇക്വേറ്റർ ടു പോൾ ഓഫ് എർത്ത് ഇറ്റ്സ് വെയിറ്റ് വിൽ നെഗ്ലക്ട് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ റേഡിയസ് ഓഫ് ദ എർത്ത്. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു? എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ വെയിറ്റിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ് അല്ലേ? ദാറ്റ് ഈസ് ജിയോയിഡ് ഷേപ്പാണ്. ഇതാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇക്വേറ്റർ, ഇതാണ് പോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരാൾ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക അല്ലേ? ഓൺ ദ സർഫസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പോൾ ഈസ് ഗ്രേറ്റർ ദൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഇക്വേറ്റർ എന്ന് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് GP ഗ്രേറ്റർ ദൻ GE ആണ്. നമുക്കറിയാം വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു mg ആണ് അല്ലേ? അപ്പോൾ അത് എന്തിനനുസരിച്ച് മാറും? Gക്ക് അനുസരിച്ച് മാറുന്നുണ്ട്. സിൻസ് GP ഈസ് ഗ്രേറ്റർ ദൻ GE, സോ വി ക്യാൻ സേ ദാറ്റ് വെയിറ്റ് അറ്റ് ദ പോൾ ഈസ് ഗ്രേറ്റർ ദൻ വെയിറ്റ് അറ്റ് ദ ഇക്വേറ്റർ. ദാറ്റ് ഈസ് WP ഗ്രേറ്റർ ദൻ WE എന്ന് എഴുതാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ വെയിറ്റ് എന്താ ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് വരേണ്ടത്, ഡിക്രീസ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വെയിറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡെൽറ്റ W ബൈ W ഇൻറ്റു 100 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു WP മൈനസ് WE ഡിവൈഡ് ബൈ WP ഇൻറ്റു 100 എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mg ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു mgp മൈനസ് mge ഡിവൈഡ് ബൈ mgp ഇൻറ്റു 100 എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ, ഇനി ഇവിടെ m കോമൺ ആയിട്ട് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് GP മൈനസ് GE ഡിവൈഡ് ബൈ GP ഇൻറ്റു 100 എന്ന് കിട്ടും. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഇക്വേറ്റർ ഈസ് G മൈനസ് R ഒമേഗ സ്ക്വയർ ആണ്. ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പോൾ ഈസ് G. ശരിയല്ലേ? അതുകൊണ്ട് GP മൈനസ് GE ഈസ് ഈക്വൽ ടു എന്താണ്? R ഒമേഗ സ്ക്വയർ ആണ് അല്ലേ? അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തായി മാറും? R ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ G ഇൻറ്റു 100 എന്ന് കിട്ടും. ഇതാണ് പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്?
ദാറ്റ് ഈസ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ആണ് അല്ലേ. അത് എത്രയാണ് നമുക്കറിയാം, എത്രയാണ് 2π/t ആണ്. അവിടെ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് എർത്ത് ആണ്, ദാറ്റ് ഈസ് 24 hours ആണ്. സോ 2 × 3.14 ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്, ദാറ്റ് ഈസ് 24 hours എന്ന് പറഞ്ഞാൽ 24 × 3600 സെക്കൻഡ് എഴുതാം. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഒമേഗ = 7.3 × 10⁻⁻5 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. ഈ വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് 6400 കിലോമീറ്റർ ആണ്, ദാറ്റ് ഈസ് ഇൻറ്റു 10⁻³ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7.3 × 10⁻⁻5 ഹോൾ സ്ക്വയർ ഇൻറ്റു 100 ഡിവൈഡ് ബൈ ജി. ജിയുടെ വാല്യൂ 9.8 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.34% എന്ന് കിട്ടുക. ഓക്കെ, അതുകൊണ്ട് ഇവിടെയുള്ള കേസിൽ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. എത്ര? 0.34%. നേരെ മറിച്ച് പോളിൽ നിന്ന് ഇക്വേറ്ററിലാണ് പോകുന്നതെങ്കിൽ ഡിഗ്രീസ് ആണ് ഉണ്ടാവുക, ഡിഗ്രീസസ് ബൈ 0.34% എന്നാണ്. സോ ഹിയർ ദ ഓപ്ഷൻ ഈസ് 1. ഓക്കെ, നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ എർത്ത് സഡൻലി സ്റ്റോപ്സ് റൊട്ടേറ്റിംഗ് ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് അറ്റ് ഇക്വേറ്റർ വിൽ ബി. ഓക്കെ, അതായത് എർത്ത് പെട്ടെന്ന് അതിൻ്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇക്വേറ്ററിൽ അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ W = m × g ആണ്. സോ ദ വെയിറ്റ് അറ്റ് ഇക്വേറ്റർ ഈസ് m × GE. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ എന്ന് പറയുന്നത് g - r⍵² ആണ്. സോ ദ ഇക്വേഷൻ ബിക്കംസ് m × g - r⍵². അതിന് റീറൈറ്റ് ചെയ്താൽ mg - mr⍵² എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ പറയുന്നത് എർത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്താണ്? 0 ആണ്. അങ്ങനെ ഒമേഗ 0 ആണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ ഒമേഗ 0 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? W ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, WE' ദാറ്റ് ഈസ് ഈക്വൽ ടു mg. ശരിയല്ലേ? ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? എർത്ത് അതിൻ്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ WE' ഈസ് ഗ്രേറ്റർ ദാൻ WE. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് എന്താ കിട്ടുക? WE' - WE ഈസ് ഈക്വൽ ടു mg മൈനസ് ഓഫ് mg മൈനസ് mr⍵². mgയും മൈനസ് mgയും ക്യാൻസൽ ചെയ്യും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി മാറും. സോ പ്ലസ് mr⍵². പ്ലസ് mr⍵² എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വെയിറ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലേ, ബൈ mr⍵². സോ ദ ഓപ്ഷൻ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് r ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആൻഡ് g ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ എർത്ത് സർഫസ്, ദെൻ ദ മീൻ ഡെൻസിറ്റി ഓഫ് ദ എർത്ത് ഈസ്. ഇവിടെ കേസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. G ഈസ് ഈക്വൽ ടു G M ഡിവൈഡ് ബൈ r². ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി അത് എത്രയാണ്? 4/3 πr⍴g എന്നാണ് കിട്ടുക. അതെങ്ങനെയാണ് കിട്ടുന്നത് ചോദിച്ചാൽ നമുക്കറിയാം മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. എർത്തിനെ ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് വോളിയം 4/3 πr³ ഇൻറ്റു റോ എന്ന് കിട്ടും. ഓക്കെ, അവിടെ ജിയുടെ കേസിൽ കൊടുത്തു കഴിഞ്ഞാൽ G ഈസ് ഈക്വൽ ടു G ഡിവൈഡ് ബൈ r² ഇൻറ്റു 4/3 πr³ എന്ന് കൊടുക്കാം മാസിൻ്റെ സ്ഥാനത്ത്. അങ്ങനെയാണെങ്കിൽ G ഈസ് ഈക്വൽ ടു 4/3 πr⍴g എന്ന് കിട്ടും. ഓക്കെ, അതാണ് അതിൻ്റെ ഡെറിവേഷൻ. ഇതിൽ നമുക്ക് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ റോ ഈസ് ഈക്വൽ എന്ത് കിട്ടും? റീറൈറ്റ് ചെയ്താൽ 3g ഡിവൈഡ് ബൈ 4π R ഇൻറ്റു G എന്ന് കിട്ടും. സോ ദ ഓപ്ഷൻ ഈസ് തേർഡ് വൺ. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ദ വാല്യൂ ഓഫ് G at the surface of earth is 9.8 meter per second square, then the value of G at a place 480 kilometer above the surface of the earth will be nearly, and the radius of the earth is 6400 kilometer. അപ്പോൾ നിങ്ങൾക്ക് സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 480 കിലോമീറ്റർ മുകളിൽ, ഓക്കെ, അതായത് അത്രയും ഹൈറ്റിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വിത്ത് ഹൈറ്റ് എത്രയാണ്? G' ഈക്വൽ ടു G ഇൻറ്റു R ഡിവൈഡ് ബൈ R+H ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ എക്സാക്ട് ഇക്വേഷൻ. സോ G' ഈക്വൽ ടു ജിയുടെ വാല്യൂ 9.8 എന്ന് കൊടുക്കാം. ആറിൻ്റെ വാല്യൂ 6400 ഡിവൈഡ് ബൈ 6400 പ്ലസ് 480 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 8.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് G അറ്റ് എ ഹൈറ്റ് h above the surface of the earth is same as that at the depth x below it, then x and h being much smaller than the radius of the earth. അതായത് നിങ്ങൾ തന്നിരിക്കുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h. അത് എന്തിന് ഈക്വലാണ്? ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ആണ്. അവിടെ എക്സും എച്ചും വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ എക്സും
എച്ചും തമ്മിലുള്ള, അതായത് ഡെപ്തും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ആക്സലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. ശരിക്കുള്ള ഇക്വേഷൻ ജി എച്ച് ഈസിക്കൽ ജി ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ ഹൈറ്റ് വളരെ ചെറുതാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം, സിൻസ് എച്ച് ഈസ് വെരി വെരി സ്മോളർ ദാൻ ആർ. ആൻഡ് ആക്സലറേഷൻ ഒരു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഈസ് ജി ഡി ഈസിക്കൽ ജി ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡ് ബൈ ആർ. നമുക്ക് ഇക്വേഷൻ അറിയാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? ജി എച്ച് മൈനസ് ജി ഈക്വൽ ടു മൈനസ് 2gh ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഡെൽറ്റ ജി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2gh ഡിവൈഡ് ബൈ ആർ. അതുപോലെ ജി ഡി മൈനസ് ജി ഈസ് ഈക്വൽ ടു മൈനസ് ജി ഡി ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ജി ഡി ഡിവൈഡ് ബൈ ആർ. ഈ രീതിയിൽ മാറ്റി എഴുതാം. ഓക്കെ, ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈറ്റിലുള്ളതും ഡെപ്തിലുള്ളതും ആയിട്ടുള്ള ചേഞ്ച് ഇൻ ആക്സലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി എച്ച് ഈസ് ഈക്വൽ ഡെൽറ്റ ജി ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൈനസ് 2gh ഡിവൈഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു മൈനസ് ജി ഡി. ഡി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഡെപ്ത് ആണ്, ദാറ്റ് ഈസ് എക്സ്. ഓക്കെ, സോ മൈനസ് ജി എക്സ് ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഈസ് ഈക്വൽ ടു 2h എന്ന് കിട്ടും. അതായത് ഡെപ്ത് എന്താണ്? ഹൈറ്റിൻ്റെ ഡബിൾ ആണ്. സോ ദ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് ന്യൂമറിക്കലായിട്ട് ചോദിക്കാം, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആസ് വി ഗോ ഫ്രം ഇക്വേറ്റർ ടു ദ പോൾ ദെൻ ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. കാരണം ഇക്വേറ്ററിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ ആണ്, പോളുള്ളത് ജി പി ഈസിക്കൽ ടു ജി ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നു. എത്ര കൂടുന്നു? ആർ ഒമേഗ സ്ക്വയർ കൂടുന്നു. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, 23ാമത് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഷുഡ് ബി ദ ആംഗുലാർ സ്പീഡ് വിത്ത് വിച്ച് ദ എർത്ത് ഹാവ് ടു റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ആക്സിസ് സോ ദാറ്റ് എ പേഴ്സൺ ഓൺ ദ ഇക്വേറ്റർ വുഡ് വെയ് 3/5 ആസ് മച്ച് ആസ് പ്രസൻറ്റ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ വെയിറ്റ് ഇക്വേറ്ററിൽ 3/4 ഓഫ് ദ ആക്ച്വൽ വെയിറ്റ് ആവണമെങ്കിൽ ഓക്കെ എർത്ത് എത്ര ആംഗുലാർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഇവിടെയുള്ള കേസിൽ വെയിറ്റ് അറ്റ് ദ ഇക്വേറ്റർ എത്രയാണെന്ന് പറഞ്ഞിട്ട് 3/5 ഓഫ് ദ ആക്ച്വൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3/5 ഇൻറ്റു mg ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം വെയിറ്റ് അറ്റ് ദ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഇക്വേറ്റർ എം ഇൻറ്റു ജി ഇ. അത് എത്രയാണ്? 3/5 mg ആണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതി എന്ത് എഴുതാം? എം ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഇക്വേറ്റർ എന്ന് പറയുന്നത് ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 mg എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ എമ്മും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആർ ഒമേഗ സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, വാട്ട് ഈസ് ആർ ഒമേഗ സ്ക്വയർ? ആർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി മൈനസ് 3/5 g എന്ന് കിട്ടും. ശരിയല്ലേ? അതിനെ സോൾവ് ചെയ്ത് എന്താ കിട്ടുക? ആർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ 2/5 g എന്ന് കിട്ടും. ഓക്കെ, സോ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2/5 g ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2g ഡിവൈഡ് ബൈ 5r. സോ ദ ആൻസർ ഈസ് 1. മനസ്സിലായല്ലോ? 24ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു പ്ലാനറ്റിലുള്ള ആക്സലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി 1.96 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഒരാൾക്ക് എർത്തിൽ, അതായത് എർത്തിൻ്റെ സർഫസിൽ 3 മീറ്റർ ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലാനറ്റിൽ അയാൾക്ക് എത്ര ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം ഒരാൾ ജമ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അയാളുടെ എനർജി ഉപയോഗിച്ചാണ് ജമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അയാളുടെ എനർജി എന്തായിട്ട് മാറുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. അത് എർത്തിൽ വെച്ച് ജമ്പ് ചെയ്താലും ശരി, പ്ലാനറ്റിൽ വെച്ച് ജമ്പ് ചെയ്താലും ശരി, അയാളുടെ എനർജി സെയിം ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? സെയിം ആണെന്ന് അർത്ഥം. ഓക്കെ, അയാളുടെ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? രണ്ട് കേസിലും സെയിം ആണ്. സോ യു ഈക്വൽ ടു സെയിം എന്ന് എഴുതാം. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ mgh ആണ്. സോ m ഇൻറ്റു ജി ഇ ഇൻറ്റു എച്ച് ഇ, ദറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓൺ ദ സർഫസ് ഓഫ് ദ planet, that is equal on the surface of the earth, that is equal to m into gp into hp എന്ന് എഴുതാം. that is the potential energy when he is jumping from the surface of the planet. ഓക്കെ, ഇവിടെ എമ്മും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്താണ്? g into h is equal to gp into hp എന്ന് കിട്ടും. സോ ഹൈറ്റ് on the surface of the planet is GEHE divided by GP എന്ന് കിട്ടും. അതിനെ മാറ്റി എഴുതിയാൽ 9.8 into 3 divided by 1.96, that is 15 മീറ്റർ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ 3 മീറ്റർ ജമ്പ് ചെയ്യുന്ന ഒരാൾക്ക് പ്ലാനറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായതുകൊണ്ട് എത്ര ഹൈറ്റ് വരെ ജമ്പ് ചെയ്യാൻ പറ്റും? 15 മീറ്റർ ഹൈറ്റ് വരെ ജമ്പ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: an object is taken to a height 2r above the surface of earth, the increase in potential energy is. അപ്പോൾ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതാണ് ഇക്വേഷൻ. ഇത് എർത്താണെന്ന് വിചാരിക്കൂ. ഓക്കെ,
ഒരു വസ്തു ആദ്യം എർത്തിൻ്റെ സർഫസിലാണ് ഉള്ളത്, അങ്ങനെ എർത്തിൻ്റെ സർഫസിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യുന്നത് എപ്പോഴും എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ്, അത് പ്ലാനറ്റിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. അത് R1 ഈസ് ഈക്വൽ എന്ത് കിട്ടും, ക്യാപിറ്റൽ R എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, 2R ഹൈറ്റിലേക്ക് എന്ത് ചെയ്തു, ലിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ H ഈസ് ഈക്വൽ 2R ആണ്. മനസ്സിലായില്ലേ? H ഈസ് ഈക്വൽ 2R എന്ന് പറയുമ്പോൾ അവിടെ R2 എന്താണ്, ഫ്രം ദ സെൻറ്റർ ആണ് എടുക്കേണ്ടത്. സോ R + 2R എന്ത് കിട്ടും, 3R എന്ന് കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക, ഡെൽറ്റ യു ഈസ് ഈക്വൽ G ഇൻറ്റു ക്യാപിറ്റൽ M സ്മോൾ m ഇൻറ്റു 1/R മൈനസ് 1/3R എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് എന്താ കിട്ടുക, സോൾവ് ചെയ്താൽ കിട്ടുന്നത് 2 ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡ് ബൈ 3R എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷെ നമുക്കറിയാം സ്മോൾ g ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ R² ആണ്. അതുകൊണ്ട് GM ഈസ് ഈക്വൽ ടു GR² എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ GM-ൻ്റെ സ്ഥാനത്ത് GR² എന്ന് കൊടുത്താൽ എന്താ കിട്ടുക, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു mgr² ഡിവൈഡഡ് ബൈ 3R എന്ന് കിട്ടും. ഇവിടെ R ക്യാൻസൽ ചെയ്യാം. സോ ദ ആൻസർ ഈസ് 2/3 mgr. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. സോ ദ ഓപ്ഷൻ ഈസ് 3. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വെൻ എ ബോഡി ഓഫ് മാസ് m ഈസ് റേസ്ഡ് ടു എ ഹൈറ്റ് nr ഫ്രം ദ എർത്ത് സർഫസ് ഈസ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനാണ്. ബോഡി എന്ത് ചെയ്യുന്നു, nr ഹൈറ്റിലേക്ക് റൈസ് ചെയ്യുന്നു. ഇവിടെ എർത്തിനെ കാണിച്ചിട്ടുണ്ട്. ഒരു ബോഡി ആദ്യം സർഫസിലാണുള്ളത്. സർഫസിൽ എന്ന് പറയുമ്പോൾ R1 ഈക്വൽ ടു ക്യാപിറ്റൽ R ആണ്. R2 എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ H ഹൈറ്റിലേക്ക് റേസ് ചെയ്തു. അപ്പോൾ H എന്ന് പറയുന്നത് nr ആണ്. സോ ദ ഡിസ്റ്റൻസ് R2 ഈസ് മെഷേർഡ് ഫ്രം ദ സെൻറ്റർ. സോ ഇറ്റ് ഈസ് R + nr, ദാറ്റ് ഈസ് n + 1 ഇൻറ്റു R എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു G ഇൻറ്റു m ഇൻറ്റു 1/R1 മൈനസ് 1/R2 ആണ്. ഓക്കെ, ഇവിടെ R1ൻ്റെ R2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഇൻറ്റു 1/R മൈനസ് 1/n + 1 ഇൻറ്റു R എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇതിനെ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ക്യാപിറ്റൽ G ക്യാപിറ്റൽ M എന്ന് പറയുമ്പോൾ അത് GR² എന്ന് എഴുതാം. ശരിയല്ലേ? അതുകൊണ്ട് GR² ഇൻറ്റു M ഇൻറ്റു LCM എടുക്കുക. LCM എത്രയാണ്, n + 1 ഇൻറ്റു R എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക n + 1 മൈനസ് എന്ത് വരും, 1 എന്ന് കിട്ടും. ഓക്കെ, +1 -1 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, R ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇറ്റ് ഈസ് n ഇൻറ്റു mgr ഡിവൈഡഡ് ബൈ n + 1. സോ ദ ആൻസർ ഈസ് തേർഡ് വൺ. ഓക്കെ, ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് റിലീസ്ഡ് ഫ്രം എ പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് 3 ക്യാപിറ്റൽ R ഫ്രം ദ സെൻറ്റർ ഓഫ് ദ മൂൺ വിച്ച് ഹാസ് എ റേഡിയസ് ക്യാപിറ്റൽ R ആൻഡ് മാസ് ക്യാപിറ്റൽ M. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ഹിറ്റിംഗ് ദ മൂൺ. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് P എന്ന പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഓക്കെ, അത് എവിടെ വന്ന് തട്ടുന്നു, മൂണിൽ വന്ന് തട്ടുന്നു. അങ്ങനെയാണെങ്കിൽ മൂണിൽ തട്ടുന്ന സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഫിഗറിൽ P എന്ന് പറയുന്ന പോയിന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ബോഡി ഉണ്ട്. അതിന് റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ബോഡിയെ മൂൺ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് അതെന്ത് ചെയ്യും, മൂണിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് അവിടെ ഹിറ്റ് ചെയ്യും, അതിൻ്റെ സർഫസിൽ ഹിറ്റ് ചെയ്യും. ആ സർഫസിലുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഓക്കെ, ദറ്റ് ഈസ് ടോട്ടൽ എനർജി അറ്റ് ദ പോയിന്റ് P ഈസ് ഈക്വൽ ടോട്ടൽ എനർജി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. ദറ്റ് ഈസ് TEP ഈസ് ഈക്വൽ TES എന്ന് എഴുതാം. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ KEP + UP ഈസ് ഈക്വൽ KES + US എന്ന് എഴുതാം. P എന്ന പോയിന്റിൽ അത് റിലീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ -G m1 m2 ഡിവൈഡ് ബൈ R, ദറ്റ് ഈസ് -G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡ് ബൈ R എന്ന് പറയുന്നത് 3R ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഓൺ ദ സർഫസ് വെലോസിറ്റി V ആണെങ്കിൽ കൈനറ്റിക് എനർജി ½ mv². അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ -G m1 m2 ഡിവൈഡഡ് ബൈ R. അവിടെ R എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, കാരണം ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ ആണ് വരുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇതിനെ മാറ്റി എഴുതി എന്താ കിട്ടുക, ½ mv² ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡ് ബൈ R മൈനസ് ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡ് ബൈ 3R എന്ന് കിട്ടും. ഓക്കെ, ഇവിടെയുള്ള കേസിൽ എല്ലാ സ്മോൾ എമ്മും ക്യാൻസൽ ചെയ്യാം. സോ v²/2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ R ഇൻറ്റു 1 - 1/3 എന്ന് കിട്ടും. ദറ്റ് ഈസ് v²/2 ഈസ് ഈക്വൽ ടു LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2gm ഡിവൈഡ് ബൈ 3R എന്ന് കിട്ടും. ഓക്കെ, സോ v² ഈസ് ഈക്വൽ ടു 4gm ഡിവൈഡ് ബൈ 3R. സോ v ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4gm ഡിവൈഡ് ബൈ 3R. ദറ്റ് ഈസ് 4gm ഡിവൈഡ് ബൈ 3R ഓൾ റേസ് ടു 1/2. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 4 particles A, B, C and D, each of mass m, are kept at a corners of a square of side L
Now the particle d is taken to infinity by an external agent, keeping the other particles fixed at their respective positions. The work done by the gravitational force acting on the particle d during its movement is. ഇവിടെയുള്ള കേസിൽ ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സിലായിട്ട് 4 പാർട്ടിക്കിൾസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ എ ബി സി ഈ മൂന്നും എന്താണ്, ഫിക്സ്ഡ് ആണ്. നാലാമത്തെ പാർട്ടിക്കിൾ, അതായത് ഡി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന നാലാമത്തെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. രണ്ട് മാസുകളുണ്ട്, ഒന്ന് ക്യാപിറ്റൽ എമ്മും ഒന്ന് സ്മോൾ എമ്മും. അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ r ആണ്. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന മാസ് സ്മോൾ എമ്മിൻ്റെ പൊസിഷനിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ നമുക്കറിയാം ദിസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. മാസ് ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം മൈനസ് ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ സ്മോൾ ആർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അതുകൊണ്ട് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് മാറ്റി ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എം ഇൻറ്റു, ദാറ്റ് ഈസ് ആക്ച്വലി മൈനസ് എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. ഓക്കെ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് മൈനസ് എം ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് മാസുകൾ എ ബി സി ഈ മൂന്ന് മാസുകൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, എവിടെ ഡിയുടെ പൊസിഷൻ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് വി ഐ ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ആണ്. മനസ്സിലായില്ലേ? ഇനി അതിന് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ മൂന്ന് പാർട്ടികൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് വി എഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കും? വി ഐ ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്ന് എടുക്കാം. അവിടെ വി എന്ന് പറയുന്നത് മൈനസ് ജി എം ഡിവൈഡ് ബൈ ആർ ആണ്. ഒന്നാമത്തെ പാർട്ടിക്കിൾ ഏതാണ്? എ ആണ്. അതിൻ്റെ മാസ് എം ആണ്. ഡിയിലേക്കുള്ള ദൂരം എൽ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയായിട്ട് എടുക്കാം? മൈനസ് ജി എം ഡിവൈഡഡ് ബൈ എൽ എന്ന് എടുക്കാം. ശരിയല്ലേ? അടുത്തത് സി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആ ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ഡിസ്റ്റൻസ് എൽ ആയതുകൊണ്ട് മൈനസ് ജി എം ഡിവൈഡ് ബൈ എൽ തന്നെ. ഇനി ബി എന്ന പാർട്ടിക്കിൾ ഡിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്രയാണ്? റൂട്ട് 2L ആണ് അല്ലേ? ഡയഗണൽ ആണല്ലോ. സോ ഇറ്റ് ഈസ് മൈനസ് ജി എം ഡിവൈഡ് ബൈ റൂട്ട് 2L എന്ന് കിട്ടും. മനസ്സിലായില്ലേ? സോ വി ഐ ഈസ് ഈക്വൽ ടു ആദ്യത്തെ രണ്ട് ടേമുകൾ ആഡ് ചെയ്ത് എന്താ കിട്ടുക? മൈനസ് 2 ജി എം ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും. മൈനസ് ജി എം ഡിവൈഡ് ബൈ റൂട്ട് 2L എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ മൈനസ് പുറത്തേക്ക് എടുത്ത് എന്താ കിട്ടുക? മൈനസ് ജി എം പുറത്തേക്ക് എടുത്ത് എന്താ കിട്ടുക? ഇൻറ്റു 2 പ്ലസ് 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വെൻ ദ പാർട്ടിക്കിൾ അറ്റ് ദ പോയിന്റ് ഡി ഈസ് അറ്റ് ഡി. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഈ പാർട്ടിക്കിളിനെ എവിടത്തേക്ക് കൊണ്ടുപോയി? ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയി. ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ? നമുക്കറിയാം പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി എത്രയാണ്? 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ജി എം ഡിവൈഡ് ബൈ ആർ. ആറിൻ്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുത്താൽ 0 ആണ് കിട്ടുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് എം ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് എം ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0 ആണ്. ഓക്കെ, 0 മൈനസ്, ഓക്കെ, അടുത്ത വരുന്ന ടേം എന്താണ്? മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്തായി മാറും? പ്ലസ് ആയി മാറും. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് പ്ലസ് എന്ത് വരും? ജി എം ഡിവൈഡ് ബൈ എൽ ഇൻറ്റു റൂട്ട് ഇൻറ്റു 2 പ്ലസ് 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എമ്മും ഉള്ളിലുള്ള എമ്മും മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? മൈനസ് ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. ശരിയല്ലേ? ഇൻറ്റു 2 പ്ലസ് 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് മൈനസ് ജി എം സ്ക്വയർ ഇൻറ്റു റൂട്ട് 2 എൽ സി എം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുക 2 റൂട്ട് 2 പ്ലസ് 1 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് സ്പീഡ് ഹാഫ് ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് ദ എർത്ത് ദെൻ ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ഇറ്റ് ഈസ്. അതായത് ഒരു വസ്തുവിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു. എത്ര വെലോസിറ്റിയിൽ? ഹാഫ് ദ എസ്കേപ്പ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എർത്തിനെ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബോഡിയെ നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് വി ഈസ് ഈക്വൽ ടു വി ഇ ബൈ 2. അങ്ങനെയാണെങ്കിൽ അത് മുകളിലേക്ക് പോകുന്നു. എത്ര ഹൈറ്റ് ഉയരുന്നു? എച്ച് ഹൈറ്റ് ഉയരുന്നു. ആ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഓൺ ദ സർഫസ് ഈസ് ഈക്വൽ ടോട്ടൽ എനർജി അറ്റ് ദ ഹൈറ്റ് എച്ച്. ദാറ്റ് ഈസ് ടി ഇ എസ് ഈസ് ഈക്വൽ ടി ഇ എച്ച് എന്ന് എഴുതാം.
ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓൺ ദ സർഫസ് കൈനറ്റിക് എനർജി എത്രയാണെന്ന് വെച്ചാൽ ഹാഫ് എം വി സ്ക്വയർ. അവിടെ വി എന്ന് പറയുന്നത് വി ബൈ 2 ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ മൈനസ് ജി എം എം ഡിവൈഡ് ബൈ ആർ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഓക്കെ, ഇനി അറ്റ് എ ഹൈറ്റ് എത്രയാണ് കൈനറ്റിക് എനർജി? അവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവും, അതുകൊണ്ട് കൈനറ്റിക് എനർജി 0. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ഡിവൈഡ് ബൈ അത് എത്ര ഹൈറ്റിലെത്തി? എച്ച് ഹൈറ്റിലെത്തി. സോ ദ ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഫ്രം ദ സെൻറ്റർ, സോ ഇറ്റ് ഈസ് ആർ പ്ലസ് എച്ച്. ഓക്കെ, ഇതിനെ മാറ്റി എഴുതി എന്താ കിട്ടുക? ഇവിടെ മാസ് എല്ലാം ക്യാൻസൽ ചെയ്യാം, സ്മോൾ ലെറ്റർ എം ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ബൈ 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ മൈനസ് ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെയുള്ള കേസിൽ എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, വി ഈസ് ഈക്വൽ റൂട്ട് 2gm ഡിവൈഡ് ബൈ ആർ ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? 1/8 ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഒഴിവാവും, സോ ഇറ്റ് ഈസ് 2gm ഡിവൈഡ് ബൈ ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ LCM എടുക്കുക. ഓക്കെ, LCM എടുത്ത് ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. ഓക്കെ, ഇവിടെ ജി എം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർ പ്ലസ് എച്ച് മൈനസ് എന്ത് കിട്ടും? ആർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എന്താ കിട്ടുക? 2ഉം 1/8 ക്യാൻസൽ ചെയ്താൽ 4 ആയി മാറും. സോ ജി എം ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ചും മൈനസ് ആറും മൈനസ് ആറും ക്യാൻസൽ ചെയ്താൽ എന്താ കിട്ടുക? ജി എം ഇൻറ്റു എച്ച് ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ജി എം ക്യാൻസൽ ചെയ്യാം, ആറും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ദറ്റ് ഈസ് ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു 4h എന്ന് കിട്ടും. ദറ്റ് ഈസ് 3h ഈസ് ഈക്വൽ ടു ആർ. സോ എച്ച് ഈസ് ഈക്വൽ ടു ആർ ബൈ 3. സോ ദ ഓപ്ഷൻ ഈസ് 4. മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കൃത്യമായി മനസ്സിലാക്കുക. 30ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് എം പ്രൊജക്റ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് വിത്ത് എസ്കേപ്പ് സ്പീഡ് ഈസ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെ മാസ് എം ആണ്, അതിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് വെലോസിറ്റിയിൽ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർഫസിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്രയാണെന്ന ചോദ്യം. നമുക്കറിയാം, ഒരു വസ്തുവിനെ എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തേക്ക് പോകുന്ന പഠിച്ചത്? ഇൻഫിനിറ്റിയിലേക്ക് പോകും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് ദ ഇൻഫിനിറ്റി നമുക്കറിയാം എത്രയാണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. കൈനറ്റിക് എനർജി അറ്റ് ദ ഇൻഫിനിറ്റി എത്രയാണ്? 0 ആണ്, കാരണം അവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. കൂടാതെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് അറിയാം? 0 ആണെന്നറിയാം. സോ ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റി എത്രയാണ്? 0 ആണ്. ഓക്കെ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ വാട്ട് ഇസ് ദ ടോട്ടൽ എനർജി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്യാം. എന്താണ് മെക്കാനിക്കൽ എനർജി പറയുന്നത്? ടോട്ടൽ എനർജി ഓൺ ദ സർഫസ് ഈസ് ഈക്വൽ ടോട്ടൽ എനർജി അറ്റ് ദ ഇൻഫിനിറ്റി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സർഫസിലുള്ള ടോട്ടൽ എനർജി എത്രയാണ്? 0 തന്നെയാണ്. ഇനി നമ്മൾ ഇതിനിടയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിലുള്ള ടോട്ടൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാലോ അതും 0 തന്നെയായിരിക്കും. എങ്ങനെയാണെങ്കിൽ വെൻ ദ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ടോട്ടൽ എനർജി അറ്റ് എനി പോയിന്റ് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ഇൻഫിനിറ്റി ഈസ് 0. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.